പട്ടിന്റെ പേര് must give a minimum when I do I be living it. ഹലോ ഗൈസ്, വാട്ട്സ് അപ്പ്? വെൽക്കം ടു അനദർ വീഡിയോ ബൈ ബൈസേ. അപ്പോൾ കുറേ കാലത്തിന് ശേഷം നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ റൂമൊക്കെ മാറി. അപ്പോൾ അതിൻ്റെ ഷിഫ്റ്റിങ്ങും പിന്നെ കുറച്ച് കാരണങ്ങളുണ്ടായത് കൊണ്ടും പല കാരണങ്ങൾ കൊണ്ടും വീഡിയോസ് റെഗുലറായിട്ട് ഇടാൻ പറ്റിയിട്ടില്ലായിരുന്നു. എല്ലാവരും വീഡിയോ ഒന്നും ഇടലും നിർത്തിയോ, ഇനി വീഡിയോസ് ഉണ്ടാവൂലേ ബ്രോ, പൂതർപ്പ് കഴിഞ്ഞു, ആരംഭ പൂതർപ്പ് അവസാനിച്ചോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ മെസ്സേജുകളും പലരും അയച്ചിരുന്നു. ബട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. ചില വീഡിയോ ഇടാൻ പറ്റാത്ത അത്രയും ഒരവസ്ഥയിലായോണ്ടായിരുന്നു ഇടാഞ്ഞത്. കൂടുതൽ വൈകിപ്പിച്ച് പായരം പറയാണ്ട് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ലൈക്ക് നമ്മൾ കാത്തിരുന്നത് മിന്നി മറഞ്ഞയുടെ ബ്രേക്ക് ഡൗൺ ആയിരുന്നു. നമ്മളെ ഗേറ്റ് ഇപിയുടെ ഹോൾ EP ബ്രേക്ക് ഡൗൺ നമ്മൾ നടത്തി. അതിലാദ്യം നമ്മൾ തുടങ്ങിയത് കണ്ണുനീര്, പിന്നെ നമ്മൾ ഗേറ്റ്, പിന്നെ 2 താന്നു, പിന്നെ മിന്നി നമ്മൾ കുറേ മുന്നേ ചെയ്ത ബ്രേക്ക് ഡൗൺ ഉണ്ടായിരുന്നു. സോ മിന്നി മറഞ്ഞു അവസാനത്തെ 5ാമത്തെ ട്രാക്ക്. മിന്നി മറഞ്ഞിൽ ഇപ്പോൾ എന്താ പറയാണ്ടാവല്, മിന്നി പോലെ തന്നെയുള്ള കോൺസെപ്റ്റ് ആവുമെന്ന് വിചാരിച്ചു. ബട്ട് മിന്നി മറഞ്ഞു ഇറ്റ്സ് ലൈക്ക് വാല്യബിൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് ഫോക്കസ് ഓൺ ദാറ്റ്. ആർത്തി കാരണം പല ചെറിയ സന്തോഷങ്ങളും പണ്ട് ഹാപ്പിനെസ് കിട്ടിയിരുന്ന പല കാര്യങ്ങളും നമ്മൾ മറക്കുന്നുണ്ട്. ഇപ്പോൾ മിന്നി മറഞ്ഞുവിൻ്റെ ബ്രേക്ക് ഡൗൺ ആണ്. നമ്മൾ ഓരോ ലിറിക്സ് കേട്ട് ഈച്ച് എടുത്തിട്ട് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകും. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഞാൻ ഏതെങ്കിലും വിട്ടുപോയാൽ അത് നിങ്ങൾ താഴെ പറയുക. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത് വീണ്ടും പുതിയ കാര്യങ്ങൾ ഇങ്ങനെ പഠിക്കാം. നാളുകളോരോന്നായി കഴിഞ്ഞ് വിളിച്ച് കൂവണ തളത്തിലായിന്ന് സന്തോഷം നിന്തായിന്ന് എന്തൊരു ചിന്തയ മണ്ടയിൽ മുന്തിയ പൂതികളായിന്ന് മെലിഞ്ഞു പോയത് ആലോചന തിന്ന തലയ കൊറിയ മേനിയിൽ മുറിവ് പലത ചാവി തിരിച്ചിട്ട് വിട്ടത പാവകളായി കറങ്ങുന്ന കണ്ണിന്റെ. അവിടെ നിന്നാണ് ഇതിൻ്റെ ഒരു ഹോൾ സമ്മറി ആ ഒരു ഇൻട്രോയിൽ പറയുന്നുണ്ട്. ലൈക്ക് ചിരിച്ച നാളുകൾ ഓരോന്നായി കഴിഞ്ഞ് നമ്മളെ നല്ല സമയങ്ങൾ ഓരോന്നായിട്ട് ഇല്ലാണ്ടായി. ഇറ്റ്സ് നോട്ട് ലൈക്ക് ബിഫോർ. വിളിച്ച് കൂവണ താളത്തിലായിരുന്നു. നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ പെയിന് അത് വിളിച്ച് കൂവണ താളത്തിലായിരുന്നു. സോ ഹീസ് റാപ്പിംഗ് അബൌട്ട് ഇറ്റ്. അവൻ അതിനെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. സോ ചിരിച്ച നാളുകൾ കഴിഞ്ഞു. ഇപ്പോഴത്തത് നമ്മൾ നല്ല കാലങ്ങളും അതുപോലെ തന്നെ ലൈക്ക് കഴിഞ്ഞു പോയതും ഇപ്പോൾ വരുന്ന പ്രശ്നങ്ങളൊക്കെ വിളിച്ചു കൂവണ താളത്തിലായിരുന്നു. ആൻഡ് സന്തോഷം നിന്ദ ഇന്ന് എന്തോരം ചിന്തയാ മണ്ടയിൽ മുന്തിയ പൂതികളായിരുന്നു. ലൈക്ക് മൈ മൈൻഡ് ഈസ് ഫിൽഡ് വിത്ത് തോട്ട്സ്. എൻ്റെ മൈൻഡിൽ മൊത്തം ചിന്തകൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. പഴയ കാര്യങ്ങളും എല്ലാതും ആലോചിച്ചിട്ട് സന്തോഷം, നിന്ദ, അതുപോലെ തന്നെ അങ്ങനെ കുറേ ചിന്തകൾ കൊണ്ട് എൻ്റെ മൈൻഡ് ഈസ് ഡിസ്റ്റർബ്ഡ്. മൈ മൈൻഡ് ഈസ് ഫിൽഡ് വിത്ത് തോട്ട്സ്. മെലിഞ്ഞു പോയത് ആലോചന നിന്ന തലയ കോറിയ മേനിയിൽ മുറിവ് പലത. സ്ട്രെസ് കാരണം മൈ ഫിസിക്കൽ ഹെൽത്ത് ഈസ് ഗെറ്റിംഗ് വീക്ക്. ഈ ആലോചനകൾ കൊണ്ടൊക്കെ ഐ എം ഗെറ്റിംഗ് വീക്ക്. ഫിസിക്കലി ഐ എം ഗെറ്റിംഗ് വീക്ക്. ആൻഡ് ദെൻ മേനിയിൽ മുറിവ് പലത. പല ആളുകൾ തന്ന മുറിവുകൾ, പല ആളുകളോടും ഉണ്ടായ ഇടപാടുകൾ, അത് മേനിയിൽ ഓരോ മുറിയായിട്ട് എടുക്കുകയെന്നുണ്ടെങ്കിൽ അത് പലതാണ്. പല ആളുകളായിട്ടും നമുക്ക് പല രീതിയിൽ, ചിലരുടേത് ആഴത്തിലുള്ള മുറിവാകാം, ചിലരുടേത് തട്ടിത്തറഞ്ഞ് ചുമ്മാ ഉള്ള മുറിവാകും, ചിലത് 2 മാസം കഴിഞ്ഞ് 1 ദിവസം കഴിഞ്ഞ് ഉണങ്ങുന്ന മുറിവാകും, ചില മുറിവ് ഉണങ്ങൂല. അങ്ങനത്തെ ഓരോരുത്തരെ കണ്ടതിനും ഇതിനൊക്കെ കുറിച്ചാണ് പറയുന്നത്. ഓരോ ആളുകളെ നമുക്ക് ഓരോ മുറിയായിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. ചാവി തിരിച്ചിട്ട് വിട്ടതാ പാവകളായി കറങ്ങുന്ന കണ്ണിൻ്റെ. ലൈക്ക് ടിപ്പിക്കൽ റാറ്റ് റേസ്. ആരുടെയൊക്കെയോ കൺട്രോളിലാണ് നമ്മൾ സ്വന്തം ഇഷ്ടത്തിനും സ്വന്തം ഹാപ്പിനെസ്സിനും വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. എന്തോ ഒരു കൺട്രോൾ ഉണ്ട്. ഒരു പാവകളെ പോലെ, ചാവി തിരിച്ചിട്ട് വിട്ട പാവകളെ പോലെ നമ്മൾ രാവിലെ എണീക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു, ചിരിക്കാൻ മറക്കുന്നു, തിരിഞ്ഞു വന്ന് കിടക്കുന്നു. ലൈക്ക് വി ആർ നോട്ട് ലിവിങ് ദർ. അതിലൊക്കെ ആ ഒരു ഫുൾ ഇൻട്രോ ലൈനിൽ തന്നെ ഈസ് നോട്ട് ലിവിങ് ഇൻ ദാറ്റ് മൊമെന്റിൽ. ഹീസ് നോട്ട് ലിവിങ്. ഓൺലി തിങ് ഹീസ് ഹാവിങ് ഈസ് കഴിഞ്ഞ പോയ ചിന്തകളും അവൻ്റെ പ്രശ്നങ്ങളുമാണ് സ്ഥാനം കിട്ടിയത്. അതാണ് ഒരു ഇൻട്രോയിൽ വരുന്നത്. എന്താ ഞാനൊന്നുകൂടെ ബാക്ക് അടിക്കട്ടെ. ലെറ്റ്സ് ഗോ. ചിരിച്ച നാളുകൾ ഓരോന്നായി കഴിഞ്ഞ് വിളിച്ച് കൂവണ തളത്തിലായിന്ന് സന്തോഷം നിന്തായിന്ന് എന്തൊരു ചിന്തയ മണ്ടയിൽ മുന്തിയ പൂതികളായിന്ന് മെലിഞ്ഞു പോയത് ആലോചന തിന്ന തലയ കൊറിയ മേനിയിൽ മുറിവ് പലത ചാവി തിരിച്ചിട്ട് വിട്ടത പാവകളായി കറങ്ങുന്ന കണ്ണിന്റെ മുന്നിൽ മറിഞ്ഞോ കണ്ണിൻ മുന്നിൽ നിറഞ്ഞോ നീ. സോ മിന്നി മറഞ്ഞോ കണ്ണിൻ മുന്നിൽ നിറഞ്ഞോ നീ. ലൈക്ക് ആ ചിന്തകളും ആ ആലോചനകളും ആ നല്ല സമയമാണെങ്കിലും എന്താണെങ്കിലും അത് മിന്നി മറയുകയാണ്. ടൈം, ആ ഒരു മൊമെന്റ് എന്ന് പറയുന്നത് ഇസ് ലൈക്ക് ദിസ്. അതുപോലെ അത് മിന്നി മറയും. കണ്ണിൻ മുന്നിൽ നിറഞ്ഞോ നീ. സോ
നമുക്ക് വേണ്ട, നമുക്ക് അത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ചിന്തകളാണെന്നുണ്ടെങ്കിൽ അത് നമ്മളെ കണ്ണിലെന്നും ഉണ്ടാവും, നമ്മളെ മുന്നിൽ നിന്ന് അത് മിന്നി മറയുള്ളൂ. സാധനം കിട്ടിയില്ലേ? അതായത് ചില ചിന്തകൾ അങ്ങനെ ആവും. ഇപ്പോഴും ജസ്റ്റ് ഒന്ന് കണ്ണടച്ചാൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മയിലൂടെ നിങ്ങൾക്ക് ആ ഒരു മൊമെന്റ് റീലിവ് ചെയ്യാം. ഇങ്ങനെ വീണ്ടും 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 നിങ്ങൾക്ക് അത് തന്നെ ജീവിച്ചോണ്ടിരിക്കാം. സം മൊമെന്റ്സ് ആർ ലൈക്ക് ദാറ്റ്, സം മൊമെന്റ്സ് ആർ സോ സ്പെഷ്യൽ. സോ ഈ സെയിങ് ലൈക്ക് മിന്നി മറഞ്ഞോ കണ്ണിൻ മുന്നിൽ നിറഞ്ഞോ നീ, ആ മിന്നി മറഞ്ഞ മൊമെന്റ്, ഇറ്റ്സ് ആ ഒരു ഇമ്പാക്റ്റ് അതിലുണ്ട്. ആൻഡ് ദെൻ ഇറ്റ്സ് ഓൾ അബൌട്ട് ദാറ്റ് പോയം സ്റ്റിൽ ഓൺ ദാറ്റ് ലൂപ്പ്. അതൊരു പെർട്ടിക്കുലർ ഒരു കവിതയെ പറ്റിയിട്ടാണ് പറയുന്നത്. ദാറ്റ് ഇൻസിഡൻറ്റ്, ദാറ്റ് കവിത, ദാറ്റ് തോട്ട്, ഇറ്റ്സ് സ്റ്റിൽ ഓൺ ലൂപ്പ് ഇൻസൈഡ് മൈ ഹെഡ്. അതിങ്ങനെ വീണ്ടും വീണ്ടും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് അവൻ്റെ ആലോചനയെ പറ്റി പറയും. ഇറ്റ്സ് ഓൾ അബൌട്ട് ദാറ്റ് തോട്ട്. ആ ഒരു ആലോചനയെ കുറിച്ചിട്ടാണ്, അത് വീണ്ടും ലൂപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് പിന്നെ വരുന്ന വരിയാണ് മിസ്സിങ് മൈ ഓൺ ലൈഫ് സ്റ്റിൽ ഓൺ എ മൂവ്. സോ മേലെ പറഞ്ഞ കാര്യം തന്നെ, ലൈക്ക് ഹീസ് നോട്ട് ലിവിങ്. ആ ഒരു പഴയ കുറേ കാലത്തിലാണ് അവൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഹീസ് നോട്ട് ലിവിങ്. He's not living in that moment. He's not happy in that moment. ആ ഒരു ദർദ്, ആ ഒരു പെയിന് നമുക്ക് വരുന്നുണ്ട്. It's all about that bone, still on that loop, missing my own life, still on that move. Like missing my own life. എൻ്റെ ജീവിതം എനിക്ക് മിസ് ചെയ്യുന്നുണ്ട്. പണ്ട് ഞാൻ ചിരിച്ചതും പണ്ട് ഞാൻ സന്തോഷിച്ചിരുന്നതും ആയിട്ടുള്ള ആ കാലങ്ങൾ എനിക്ക് മിസ് ചെയ്യുന്നുണ്ട്. ബട്ട് ഐ ആം സ്റ്റിൽ ഓൺ ദാറ്റ് മൂവ്. ഗിവ് അപ്പ് ചെയ്തിട്ടില്ല. ഞാൻ വീണ്ടും വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഐ ആം സ്റ്റിൽ ഓൺ ദാറ്റ് മൂവ്. ആൻഡ് ദെൻ Do we have another way to cop up with this loop? I'm losing all the feelings one by one. I'm running new. Do we have another way to cop up with this loop? So എനിക്ക് വന്ന നഷ്ടങ്ങളെ പറ്റി പറയാൻ ഇതിനേക്കാളും വേറെ വഴിയുണ്ടോ? ലൈക്ക് ഐനോ എനിക്കറിയുന്നത് റാപ്പ് ചെയ്യാനും എൻ്റെ പ്രശ്നങ്ങൾ താളത്തിൽ കൂവി വിളിക്കാനേ എനിക്കറിയുള്ളൂ. കോപ്പപ്പ് ചെയ്യാൻ, അതിനെ മാനേജ് ചെയ്ത് നിർത്താൻ വേറെ വഴികളുണ്ടോ? I'm losing all the feelings one by one. I'm earning dues. ലൈക്ക് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവിച്ചിരിക്കുന്ന ആൾക്ക് ഫീലിങ്സ് ഉണ്ടാവുള്ളൂ. ലൈക്ക് അവൻ്റെ മനസ്സ് മരിച്ചാൽ പിന്നെ അവനക്ക് ഫീലിങ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഹീ വിൽ ബിക്കം കോൾഡ്. ആ ഒരു സാധനം വരും. സോ ഹീ ഈസ് ലൈക്ക് ഐ എം ലൂസിങ് ഓൾ മൈ ഫീലിങ്സ് വൺ ബൈ വൺ. ഐ എം ഏർണിങ് ഡ്യൂസ്. ലൈക്ക് പറയാൻ പിടിച്ചു വെച്ചിട്ട് പറയാൻ മടിച്ചുകൊണ്ടിരുന്നിട്ട് ഐ എം ഏർണിങ് ഡ്യൂസ്. അവിടെ ഇങ്ങനെ അട്ടി ആയിട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. Because of that, I'm losing all these feelings. Like it's impacting me. It's impacting my whole life. Yeah, then. I'm losing all the feelings one by one. I'm running new. It's all about the coins. Now we know it's no. This is my favorite line in this one. It was all about the coins. Now we know what's not. Coins are actually valuable than notes. And then, adinda production value. We were artists like coins before. നമ്മൾ ഒരു കോയിന് പോലെയായിരുന്നു പണ്ട്. വി വർ വാല്യുബിൾ. ഹൗ വി ക്രിയേറ്റിംഗ് തിങ്സ്, ദ അപ്രിസിയേഷൻ ഡസൻ ഓൾവേസ് മാച്ച്ഡ്. ലൈക്ക് നമ്മൾ എന്താണോ ഉണ്ടാക്കിയത് അതിന് നമുക്ക് കിട്ടുന്ന അപ്രിസിയേഷൻ എന്താണോ അതൊരിക്കലും മാച്ച് ആയിട്ടില്ലായിരുന്നു. വി വർ അണ്ടർ റേറ്റഡ്. ആൻഡ് ദെൻ നൗ വി നോ വാട്ട്സ് നോട്ട്. നമുക്ക് ഇപ്പോൾ അറിയാം എന്താണ് നോട്ട് എന്നുള്ളത്, വിച്ച് ഈസ് മോർ വാല്യുബിൾ ദാൻ എ കോയിൻ. ഈ സൊസൈറ്റിയിൽ കോയിനേക്കാളും വാല്യുബിൾ ആയിട്ടുള്ള കാര്യം നോട്ടാണ്. നൗ വി നോ ഹൗ ടു മേക്ക് റിട്ടേൺസ്. നമുക്കിപ്പോൾ എങ്ങനെയാണ് എവിടെ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമുക്ക് കാര്യങ്ങൾ അറിയാം. നൗ വി നോ മോർ വാല്യുബിൾ നമ്മുടെ ഇൻകം എങ്ങനെയാണെന്നുള്ളത്. ബട്ട് നോട്ട്സ് ആർ ലൈക്ക് എന്തിൻ്റെയോ കൈകടത്തൽ നോട്ട്സിലുണ്ട്. ബിക്കോസ് വി ആർ ബീങ് കൺട്രോൾഡ് ബിക്കോസ് ഓഫ് ദ നോട്ട്സ്. ആൻഡ് ദെൻ ഫോർ എ പീസ് ഓഫ് പേപ്പർ ഹിയർ നോട്ട് ഈസ് ആക്ച്വലി നോട്ട്. അതായത് ഒരു പീസ് ഓഫ് പേപ്പർ മാത്രമാണത്. ഇവിടെ നോട്ട് ഈസ് ആക്ച്വലി നോട്ട്. നോട്ട് എന്ന് പറയുന്നത് നോട്ടാണ്. NOTE ഈസ് ആക്ച്വലി NOT. ഇതൊക്കെ എനിക്ക് തോന്നിയതാട്ടോ. ഞാൻ തോന്നിയത് ഇങ്ങനെ വിളിച്ച് പറയുന്നതല്ല. നിങ്ങൾക്കും ഇതേപോലെ സാധനം കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലെറ്റ് മീ നോ ഇൻ ദ കോമെന്റ്സ് ബിലോ. അടുത്ത ലൈൻ വരുന്നത് Swiping then we tapping, all the touches are important. Swiping then we tapping, all the touches are important. Like ഒരു രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ഹീ ഈസ് സേയിങ് അബൌട്ട് കോയിൻ, ഹീ ഈസ് സേയിങ് അബൌട്ട് നോട്ട്, ഹീ ഈസ് സേയിങ് അബൌട്ട് ഡിജിറ്റൽ കറൻസി, ഹീ ഈസ് സേയിങ് അബൌട്ട് ക്രെഡിറ്റ് കാർഡ്സ്, ഡെബിറ്റ് കാർഡ്സ്, അങ്ങനത്തെ ബാങ്ക് ഫൈനാൻസ് രീതിയിൽ അത് പോകുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ ഒരു സംഭവത്തിന് നമ്മളൊരു മനുഷ്യൻ്റെ ഒരു മുഖം കൊടുത്താൽ ഇറ്റ് വാസ് ഓൾ അബൌട്ട് ദ കോയിൻസ്. ലൈക്ക് വി വർ ലൈക്ക് അണ്ടർ റേറ്റഡ് വാല്യുബിൾ ദാറ്റ് ടൈം. നൗ വി നോ വാട്ട്സ് നോട്ട്. നമുക്കിപ്പോൾ അറിയാം കൂടുതൽ വാല്യൂ ഉള്ള കാര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയാം. നൗ വി നോ വാട്ട്സ് നോട്ട്. പേപ്പറാണ്, ബട്ട് അതിൻ്റെ പ്രൊഡക്ഷൻ വാല്യൂ ഇതൊക്കെ കുറവ് തന്നെയാണ്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് മോർ വാല്യുബിൾ ദാൻ കോയിൻ. അവിടെ വരുമ്പോൾ പിന്നെ വരുന്നത് സ്വൈപ്പിംഗ് ദെൻ വി ആർ ടാപ്പിംഗ്, ഓൾ ദ ടച്ചസ് ആർ ഇമ്പോർട്ടൻറ്റ്. ഇവിടെ
നമ്മുടെ ഭാഗത്തു നിന്ന് വരുന്ന ഓരോ ഇടപഴകലും ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. അത് നമ്മൾ സൂക്ഷിച്ച് ചെയ്യണം. അത് ചെയ്തു പോയത് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പറയില്ലേ, അതുപോലെ തന്നെ നമ്മുടെ ഭാഗത്തു നിന്ന് വരുന്ന ഈച്ച് ആൻഡ് എവറിത്തിങ് നമ്മൾ സൂക്ഷിച്ച് ചെയ്യണം. ആ സെയിം സമയത്ത് ഇവിടെ അതിനെ കോയിൻസ്, നോട്ട്, സ്വൈപ്പിംഗ്, ടാപ്പിംഗ്, ക്രെഡിറ്റ് കാർഡ്സ്, ഡെബിറ്റ് കാർഡ്സ്, ബാങ്കിങ്, ഫൈനാൻസ്, അങ്ങനത്തെ രീതിയിൽ വേറെ രീതിയിൽ കൊടുക്കുന്നുണ്ട്. ബട്ട് അതിന് ഒരു ആസ് എ പേഴ്സൺ ആ ഒരു ഫേസ് മോഡിന് കൊടുക്കുന്നുണ്ട്. ആൻഡ് ദെൻ no swiping, then we tapping. All the touches so important. Money coming in and going, and we're trying to go with so life is what we're trying to cut so we can think. ഓക്കെ, ഇവിടുന്ന് പിന്നെ എഫിയുടെ ഭാഗത്തേക്ക് പോകുന്നുണ്ട്. അതിന് മുന്നേ എസ്സയുടെ ഈ ഒരു വേഴ്സിനെ കുറിച്ച് പറയാനുള്ള കാര്യം, അതായത് മണി കമ്മിങ് ആൻഡ് ഗോയിങ് ആൻഡ് വി ട്രൈ ടു ഗോ വിത്ത് ദോ ലോഫ് ഈസ് വാട്ട് വി ട്രൈ ടു കട്ട് സോ വി ക്യാൻ തിങ്ക്. നമ്മുടെ സന്തോഷം, നമ്മുടെ ചിരികളും, നമ്മുടെ നല്ല സമയങ്ങൾ നമ്മൾ മണി, അതായത് പണത്തിൻ്റെ രീതിയിൽ, പണത്തിന് വേണ്ടിയിട്ട് നമ്മൾ പലതും ഒതുക്കി വെക്കുന്നു, പണത്തിന് വേണ്ടിയിട്ട് നമ്മൾ പലതിനെയും ഇല്ലാതാക്കുന്നു, പണത്തിന് വേണ്ടിയിട്ട് നമ്മൾ പലതിനെയും വേണ്ടാന്ന് വെക്കുന്നു. സോ ഇറ്റ്സ് ലൈക്ക് വി ആർ ഗിവിങ് അപ്പ് അവർ ഹാപ്പിനെസ് ആൻഡ് ഗുഡ് ടൈംസ് ഫോർ ദ മണി, ആൻഡ് ഹാപ്പിനെസ് ഈസ് ഓൾ വി നീഡ് എന്നാണ് അതിൽ പറയുന്നത്. സോ വി ക്യാൻ തിങ്ക് 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 എന്ന് പറഞ്ഞിട്ട് എഫിഡേക്ക് പോകുന്നുണ്ട്. ചിരിക്കാണ്ടിരിക്കുമ്പോ ചിരിക്ക, ചിരുന്ന മെല്ലെ മെല്ലെ കണ്ണും പൂട്ടാം. വേറെ ആളുകൾ ഒപ്പം ഉണ്ടാകുമ്പോൾ നമുക്ക് ചിരിക്കാം, ഒറ്റപ്പെട്ടു പോകുമ്പോൾ നമുക്ക് കണ്ണു പൂട്ടിയിട്ട് ചിന്തിക്കാം. എന്തിനെ പറ്റി ചിന്തിക്കേണ്ടത്? ചിന്തിച്ചിരിക്കാം, ചോദിച്ചിന്നെ മുതിച്ചാൽ ഞാനും നീയും മാറി എന്തിനെന്ന ഉത്തരങ്ങൾ. നമ്മുടെ കംപ്ലീറ്റ് പർപ്പസ്, ഞാൻ എന്തിനാണ്, നീ എന്തിനാണ്, നമ്മുടെ പർപ്പസ് എന്താണ്, ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത് എന്തിനാണ്, എല്ലാത്തിൻ്റെയും പർപ്പസിനെ കുറിച്ച് നമുക്ക് ഇരിക്കുമ്പോൾ ചിന്തിക്കാം. ആ സമയത്ത് അവന് കണ്ണടച്ചപ്പോൾ, അവൻ ചിന്തിച്ചപ്പോൾ കണ്ട വിഷ്വൽസ് പോലെയാണ് അടുത്ത വരുന്ന വരികൾ എനിക്ക് തോന്നിയത്. കറങ്ങി തിരിഞ്ഞ് വന്ന് മിഞ്ഞി 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 നിന്ന് പലരും എന്നെ കൊന്ന് തിന്ന് 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 പോണേ. കറങ്ങി തിരിഞ്ഞ് വന്ന്, സോ ഈ ആലോചനകൾ ഈസ് ലൈക്ക് കറങ്ങി തിരിഞ്ഞ് വന്ന് മിന്നി 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 നിന്ന്. അവൻ്റെ ആലോചനകൾ, എൻ്റെ മൈൻഡിലുള്ള അവൻ കഴിഞ്ഞു പോയ മൊമെൻറ്റ്സും അവൻ്റെ ആ കഴിഞ്ഞു പോയ സമയങ്ങൾ ഇറ്റ്സ് ലൈക്ക് മിന്നി 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 നിന്ന് അവൻ്റെ മൈൻഡിൽ അവിടെ നിന്ന്. ആൻഡ് ദെൻ പലരും എന്നെ കൊന്ന്. ദർ ആർ സോ മെനി പീപ്പിൾ ഹു ഹേർട്ട് മീ. അവർ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ട് എന്നെ, അവർ പലരും എന്നെ ഇല്ലാണ്ടാക്കിയിട്ടുണ്ട്, വേദനിപ്പിച്ചിട്ടുണ്ട്. ആൻഡ് ദെൻ തിന്ന് 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 പോണ്. പലരും എന്നെ കൊന്ന് തിന്ന് 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 പോണ്. പലരും എന്നെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്, തിന്ന് 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 പോണ്. പലരും എന്നെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ട്. അടച്ചതെന്റെ കണ്ണ്, ചതച്ചതെന്റെ നെഞ്ച്, ചതിച്ചവന്റെ ചതിക്ക് മുന്നിൽ ചിതറിച്ചെന്ന്. ഐ ക്ലോസ് മൈ ഐസ് ആൻഡ് ചതച്ചതെന്റെ നെഞ്ച്. എൻ്റെ കണ്ണടക്കുമ്പോൾ കാണുന്ന ആ മിന്നി മിന്നി മിന്നിപ്പോയ മൊമെൻറ്റ്സ് ആലോചിച്ചിട്ട് മൈ ഹാർട്ട് ഈസ് ബ്രേക്കിംഗ് അപ്പ്. ലൈക്ക് ചതച്ചതെൻ്റെ നെഞ്ച്. ആൻഡ് ദ വൺസ് ഹൂ ചീറ്റഡ് മീ, എന്നെ ചതിച്ച ആളുകളെ ഞാൻ വീണ്ടും വീണ്ടും അവരെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇറ്റ്സ് ബ്രേക്കിംഗ് മീ അപ്പ് ആട്ട് അഗെയിൻ. നേരത്തെ പറഞ്ഞ മുറി മീൻസ് ഈ മുറി കിട്ടാ, നേരത്തെ പറഞ്ഞ മുറിവുകൾ. വന്ന ചോദ്യമാണ് 1 2 3 4 എന്തിനാണ് ഇത് ഇത്ര കേട്ട് തീർന്നതാണ് മറ്റൊരാളെ കഥ, അതെപ്പോഴും വിഭവം എന്ന് തീരുന്നതൊന്നുമില്ല. ഓ ദിസ് പാർട്ട്. ഒരു ചോദ്യത്തുമെന്ന് ഞാൻ ആലോചിച്ച് തുടങ്ങിയിട്ട് ആ ചോദ്യത്തിന് ഉത്തരമല്ല കിട്ടുന്നത്, ആ ചോദ്യത്തിന് മേലെ വേറെ ചോദ്യങ്ങൾ എണ്ണി 2 3 4. സോ ചോദ്യങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട്. ഇതെല്ലാം ഞാൻ ആലോചിക്കുന്നത് എന്തിനാണ്, ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ചിന്തിക്കുന്നത് എന്തിനാണ്, ഇത് എത്ര കേട്ട് തീർന്നതാണ്. ഈ ഒരു ആലോചന, ഈ ഒരു സംഭവങ്ങളും ഈ ഒരു മൊമെൻറ്റ്സും എല്ലാം നമ്മൾ പല പ്രാവശ്യം കേട്ട് വീണ്ടും നമ്മളെ തന്നെ അത് ഹേർട്ട് ചെയ്യാണ്. ആവശ്യമില്ലാത്ത ചിന്തകൾ ആലോചിച്ചിട്ട് നമ്മൾ തന്നെ സ്വയം ഹേർട്ടായിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരാളുടെ കഥ അതെപ്പോഴും വിഭവ, ലൈക്ക് മറ്റൊരാളെ പറ്റി നമ്മൾ എപ്പോഴും കേൾക്കുമ്പോൾ അതെപ്പോഴും വിഭവമാണ്, അതെപ്പോഴും നമുക്ക് മടുക്കൂല. ബാക്കിയുള്ളവരുടെ കുറ്റം പറയാൻ വി ആർ സോ ഹാപ്പി. നമ്മൾ സ്വയം കുറ്റം നമ്മളാരും നോക്കൂല. സ്വന്തം വായ മണക്കുന്നത് നമ്മൾ തിരിച്ചറിയൂല. ബാക്കിയുള്ളവൻ്റെ വായ ഒരു അപ്പുറത്തുനിന്ന് മണക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് പറയും, അത് ഇവരോട് പറയും, അവനോട് പറയും. ലൈക്ക് ഹ്യൂമൻ. ഇറച്ചി തിന്നുക എന്ന് പറഞ്ഞാൽ ഒരാളുടെ കുറ്റം പറയുക, അയാൾ ഇല്ലാണ്ടിരിക്കുക, അയാളെ കളിയാക്കുക, ലൈക്ക് അതിനാണ് ഈ ഇറച്ചി തിന്നുകയെന്ന് പറയൽ. സോ അതിന് ആർക്കും ഒരിക്കലും ഒരു മടുപ്പ് വരുന്നില്ല ഈ ഒരു സംഭവത്തിന്. അതാണ് എസ്സേയുടെ ഒരു പാർട്ട് വരുന്നത്. ഡോണ്ട് തിങ്ക് അബൌട്ട് ദ തിങ്സ് ദാറ്റ് വിൽ ഹേർട്ട് യു. അതിനെക്കുറിച്ച് മറക്കുക. ആൻഡ് ഡോണ്ട്
talk about others if it doesn't matter to you. Live your life. If your life is happy, be happy about it. If your life is struggling, try to find happiness in struggle. Okay? ബാക്കി ഓടിക്കാം. It's all about that poem, still on that loop. Missing my own life, still on the move. കുത്തുമ്പോ വേദനിപ്പിക്കല്ലേ വെക്കല്ലേ. Okay? Don't hurt me like this. കുത്തല്ല കുത്തുമ്പോ വേദനിപ്പിക്കല്ലേ വെക്കല്ലേ. തട്ടണം നെഞ്ചത്ത് കയറിച്ച് തപ്പല്ലേ എന്റെയൊക്കെ മുഖത്ത് കയറി നിരങ്ങല്ലേ. തട്ടണം നെഞ്ചത്ത് കയറിച്ച് തപ്പല്ലേ. ഡോണ്ട് ക്വസ്റ്റ്യൻ മൈ പാഷൻ. എൻ്റെ ഒക്കെ മോഹത്ത് കയറി നിരങ്ങല്ലേ. ഡോണ്ട് ക്വസ്റ്റ്യൻ മൈ ഡിസയേഴ്സ്. ഡോണ്ട് ക്വസ്റ്റ്യൻ മൈ ഡ്രീംസ്. ആരാന്റെ തോളത്ത് ചാരി കിടക്കല്ലേ. ഡോണ്ട് ലീൻ ഓൺ മീ. ഡോണ്ട് തിങ്ക് ദാറ്റ് ബാക്കിയുള്ളവർ നിനക്ക് വേണ്ടിയിട്ട് സംസാരിക്കും, ബാക്കിയുള്ളവർ നിനക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യും എന്നുള്ളത്. ഡോണ്ട് ഡു ദാറ്റ്. ആരാന്റെ നെഞ്ചത്ത് ചാരി കിടക്കല്ലേ. ഡോണ്ട് ലീൻ ഓൺ ദോസ്. ചാത്തന്റെ ജാതകം നോക്കി നീ പാടല്ലേ. ഓക്കെ, ചത്തോൻ്റെ ജാതകം നോക്കി നീ വായല്ലേ. ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം ഇഫ് ഇറ്റ് ഡസൻറ്റ് മാറ്റർ ടു യു. ഒരു സാധനത്തിന് മീനിങ്ലെസ് ആണെന്നുണ്ടെങ്കിൽ അതിനെ കീറി മുറിച്ചിട്ട് വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. ചത്തോൻ്റെ ജാതകം എന്ന് പറയുന്നത് ഇവിടെ വേറെ ഒന്നുമുണ്ട്. ചത്തതെന്ന് പറയുന്നത് പഴയ ഓർമ്മകളെ നമുക്ക് ചത്തതെന്ന് പറയാം. അതിനെ വീണ്ടും വീണ്ടും കീറി മുറിച്ച് വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ലല്ലോ, ഒരു കാര്യമില്ല. ഓക്കെ, അടുത്തത്. നെഞ്ചത്ത് വെള്ളം തളിക്കാതെ വന്നോന്റെ നെഞ്ചത്ത് ഇടുത്തി നീ വെക്കല്ലേ വെക്കല്ലേ. അവിടെ ആ സാധനം, അതായത് കത്തണ നെഞ്ചത്ത് വെള്ളം തളിക്കാനായി വന്നോന്റെ നെഞ്ചത്ത് ഇടുത്തി നീ വെക്കല്ലേ വെക്കല്ലേ. ഡോണ്ട് ഹേർട്ട് ദ വൺ ഹൂ സപ്പോർട്ട് മീ. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ ഡോണ്ട് ഹേർട്ട് ദം. യാ, ആൻഡ് ദെൻ അതിനലിവിനാൽ പലവരെയും സഹിച്ചതാ മടിച്ചു പോയതാ മലകളും ചുമച്ചിതാ വഴുക്കു വഴുകി ഞാൻ വഴുകി വീണവന്റെ കഥയിതാ വരത്തം വരച്ച വരയിൽ തലവര തളച്ചടിച്ചതാ. കുറെ ആളുകളെ ഞാൻ എൻ്റെ മനസ്സിൻ്റെ ആ ഒരു നിഷ്കളങ്കത കൊണ്ട്, ആ ഒരു അലിവ് കൊണ്ട്, ആ ഒരു പാവം എന്നുള്ളൊരു മൈൻഡ് കൊണ്ട് ഞാൻ കുറെ ആളുകളെ സഹിച്ചതാണ്. അവർ ടോക്സിക് ആണെന്ന് എനിക്കറിയാം. ബട്ട് സ്റ്റിൽ ഞാൻ അവരെ സഹിച്ച് മുന്നോട്ട് പോയി. മടിച്ചു പോയതാ മലകളും ചുമച്ചിതാ. ലൈക്ക് ഞാൻ പണ്ട് ഭയങ്കര മടിയനും ഭയങ്കര ആ ഒരു അവരോട് ആ നേരത്തിന് പല കാര്യങ്ങളും ഞാൻ സംസാരിച്ചിരുന്നെങ്കിൽ ഇത് ഇത്രത്തോളം വലിയ വലിയ പ്രശ്നങ്ങളാവില്ലായിരുന്നു. അന്ന് ഞാൻ മടിയനായി നിന്നു, അന്ന് ഞാൻ അവരോടൊന്നും സംസാരിച്ചില്ല. ബട്ട് നൗ കുറേ പ്രോബ്ലംസ് ഒരു മല പോലെ ചുമക്കുന്നുണ്ട്. ലൈക്ക് മടിച്ചു പോയതാ മലകളും ചുമച്ചിതാ. ദെൻ വഴുകി ഞാൻ വഴുക്കി വീണവൻ്റെ കഥ ഇതാ. ഒരു യാത്ര കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്തവൻ്റെ കഥയാണ്. ഐ എം സ്റ്റിൽ ഓൺ മൈ ജേണി. ഇപ്പോഴും എൻ്റെ ജേണി കംപ്ലീറ്റ് ആയിട്ടില്ല. ആൻഡ് ദെൻ വരത്തം വരച്ച വരയിൽ തലവര തളച്ചിട്ടതാ. മറ്റാരുടെയോ ഇഷ്ടത്തിന് ഞാനിങ്ങനെ ജീവിതം മുന്നോട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. വരത്തം വരച്ച വര, ഞാൻ വരച്ച വരയല്ല, എൻ്റെ ഇഷ്ടത്തിനല്ല, മറ്റാരുടെയോ ഇഷ്ടത്തിന് അനുസരിച്ച് ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇവിടെ വേറൊരു സംഭവമുണ്ട്. ഇത് മറ്റാരുടെ എന്നുള്ളത് മേ ബി ഹിസ് ദാറ്റ് തോട്ട്സ്, ലൈക്ക് മിന്നി മറയുന്ന പ്രശ്നങ്ങൾ നിറഞ്ഞ ആ ഒരു ചിന്തകളാവും ആ വരത്തെന്ന് ഉദ്ദേശിച്ചത്. അതുകൊണ്ടോ നമുക്ക് നോക്കാം. അടുത്തത് എസ്സയുടെ ഭാഗമാണ്. ലെറ്റ്സ് ഗോ. കേക്കട്ടെ സങ്കടം പറഞ്ഞ് തീരാത്ത കഥകൾ കപടം മനസ്സ് കറക്കുന്ന കഥ പമ്പരം കണ്ടത് തെളിഞ്ഞ് കേട്ടത് പകരം വെക്കാനാവാത്തത് മൗനം എത്ര മലത്തിയിട്ടാലും കൗലും രണ്ട് വശമുണ്ടോന്നിന് പോലും നല്ല വിഷമുണ്ട് എവിടെ വിഷമം കാണുമ്പോ പോലും. ദിസ് പാർട്ട് ഓഫ് ദിസ് സോങ് ഒരു ഹോളി ബുക്കൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അല്ലേ, ആ ഹോളി ബുക്കിൽ ഇങ്ങനെ നമുക്കിങ്ങനെ എഴുതി വെക്കാം. ഞാൻ പറഞ്ഞുതരാം ആ പറഞ്ഞ സംഭവം. കേക്കട്ടെ സങ്കടം പറഞ്ഞു തീരാത്ത കഥകൾ കപടം. നിന്റെ സങ്കടങ്ങൾ പറയൂ, ഞാൻ കേക്കട്ടെ. പറഞ്ഞു തീരാത്ത കഥകൾ കപടം. നീ അനുഭവിക്കാത്ത അനുഭവങ്ങൾ നിനക്ക് വെറും കെട്ടുകഥകൾ മാത്രമാവുമെന്ന് കേട്ടിട്ടില്ലേ? ഞാൻ എത്രത്തോളം ഇടങ്ങാറാവുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയില്ല, നിങ്ങൾ എത്രത്തോളം ഇടങ്ങാറാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അതുപോലെ ഓരോ ഇൻഡിവിജ്വലിൻ്റെയും അവൻ്റേതായിട്ടുള്ള സ്ട്രഗിളുകൾ അത് എത്രത്തോളമാണെന്ന് നമുക്ക് സ്വപ്നം പോലും ചെയ്യാൻ പറ്റൂല. സോ ഇറ്റ് ലൈക്ക് നീ അനുഭവിക്കാത്ത കഥകൾ നിനക്ക് വെറും കെട്ടുകഥകളാണ്. ആ ഒരു സാധനം ആ ഫസ്റ്റത്തെ ലൈനിൽ നമുക്ക് മാറ്റിവെക്കാം. മനസ്സ് കറക്കം നിൽക്കാത്ത പമ്പരം കണ്ടത് തെളിഞ്ഞ്. അതായത് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇറ്റ്സ് ലൈക്ക് മൈ എക്സ്പീരിയൻസ്. അത് പകരം വെക്കൂല. അതിനെ ഒരു പൈസക്കോ ഒരു ഇതിനോ പകരം വെച്ച് കൊടുക്കാൻ പറ്റൂല. പറഞ്ഞ ഇതൊക്കെ ഇറ്റ്സ് പ്രൈസ്ലെസ്. ദാറ്റ്സ് മൈ എക്സ്പീരിയൻസ്. മൗനം എത്രയ്ക്ക് മലത്തിയിട്ടാലും കൗലും. അതായത് എത്ര ഞാൻ മിണ്ടാണ്ടിരിക്കാൻ ശ്രമിച്ചാലും അത് കൗലും. മൗനം എന്ന് പറയുന്നത്, അതായത് മിണ്ടാണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ മൗനം എന്ന് പറയുന്നത് മൗനം, അതായത് മിണ്ടാണ്ടിരിക്കുകയാണ്. അതിനെ എത്ര മലത്തിയിട്ടാലും അത് കൗലും. അത് വീണ്ടും തുറന്ന് സംസാരിക്കും, അതിന് പറയാനുള്ളത് പറയും. രണ്ട് വശമുണ്ട് ഒന്നിനു പോലും. എല്ലാ ഒരു സംഭവത്തിനും രണ്ട് സൈഡുണ്ട്.
നമുക്ക് നമ്മളെ കോയിൻ എടുക്കാം. എവറി കോയിൻ ഹാസ് ടു സൈഡ്. നല്ല വിഷം ഉണ്ടിവിടെ വിഷമം കാണുമ്പോൾ പോലും. നമ്മളെ പല വിഷമങ്ങളും നമ്മൾ പലരോടും സംസാരിക്കുമ്പോഴും അവർ അച്ചോടാ ആണോ അയ്യോ എന്ന് പറഞ്ഞിട്ട് അവർ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് ഇത്ര ഒന്നും കിട്ടിയാൽ പോരാ, എനിക്ക് കുറച്ചും കൂടെ കിട്ടണം എന്നാലേയൊക്കെ ആവുള്ളൂ എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ആളുകളുണ്ട്. ഓക്കെ, ഞാൻ ഒന്ന് ബാക്ക് അടിക്കട്ടെ. നമ്മളെ KTPയുടെ അവസാന ട്രാക്ക് മിന്നി മറഞ്ഞു, എസ് എ ഫീച്ചറിങ് എഫി, ബീറ്റ് ബൈ അസ്വിൻ, ആൽബം ആർട്ട് ബൈ കോസ്മിക് ജെർക്ക് ആൻഡ് മിക്സ് ആൻഡ് മാസ്റ്റർ സുശീലൻ. അവസാനത്തത് നമ്മൾ പ്ലേ ചെയ്യാണ്. ഇതോടുകൂടെ KTPയുടെ നമ്മുടെ ബ്രേക്ക് ഡൗൺ തീർന്നിട്ടുണ്ട്. പമ്പരം കണ്ടത് തെളിഞ്ഞ് കേട്ടത് പകരം വെക്കാനാവാത്തത് മൗനം. എത്ര മലത്തിയിട്ടാലും കൗലും വശമുണ്ടോന്നിന് പോലും. നല്ല വിഷമുണ്ട് എവിടെ വിഷമം കാണുമ്പോ പോലും. It's all about that poem, still on that loop. Missing my own life, still on the move. It's all about that poem, still on that loop. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് താങ്ക് യു ഫോർ ഓൾ ദ സപ്പോർട്ട്സ് യു ഗൈസ് ഗേവ് മീ. നിങ്ങൾ ഇങ്ങനെ പുതിയ വീഡിയോ എവിടെയെന്ന് പറഞ്ഞിട്ട് ഫോളോ അപ്പ് ചെയ്യുമ്പോഴൊക്കെ ഐ എം സോ ഹാപ്പി അബൌട്ട് ഇറ്റ്. സോ ഇതായിരുന്നു നമ്മുടെ KTPയുടെ ബ്രേക്ക് ഡൗൺ. ഞാൻ വിട്ടുപോയ പല സംഭവങ്ങളും ഉണ്ടാവും, ഞാൻ പറഞ്ഞ് മാറിപ്പോയ പലതും ഉണ്ടാവും. എനിക്ക് കേൾക്കുമ്പോൾ എനിക്ക് ഇതൊന്ന് കിട്ടിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത്. സോ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും രീതിയിൽ ഇതിനെ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ഇറ്റ്. പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് കമൻസിലിടുക. നമുക്കതിനെക്കുറിച്ച് സംസാരിച്ച് പോവാം. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ മലയാളം ഹിപ്പ്-ഹോപ്പ് റിലേറ്റഡ് വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ആൻഡ് ജോയിൻ ഫോർ ദ കൾച്ചർ. അപ്പോൾ നാളെ മുതലും ഇതേപോലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റട്ടെ എന്നുള്ള ആവശ്യത്തോടുകൂടെ പീസ്. It's all about that poem, still on that loop. Missing my own life, still on the move.